ക്രിസ്തുയേശുവിലെ അവർക്ക് സ്നേഹവന്ദനം. എല്ലാവരും ക്രിസ്മസിനെ വരവേൽക്കുവാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും. ഇന്ന് ഡിസംബർ 1 തീയതി 25 നോയമ്പിൻ്റെ 1 ദിവസമാണ്. ജലദോഷമൊക്കെ ആയിരുന്നു. എങ്കിലും അല്പസമയം ചെറിയ ചിന്തയുമായിട്ട് നിങ്ങളുടെ ഇടയിലേക്ക് കടന്നു വരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇന്ന് ലൂക്കായുടെ സുവിശേഷം 1 അധ്യായത്തിലെ ചില ചിന്തകളുമായിട്ട് കടന്നു വരുന്നു. വിവാഹ നിശ്ചയം കഴിഞ്ഞ് മനസ്സിൽ പല സ്വപ്നങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന അവസരത്തിലാണ് വളരെ അപ്രതീക്ഷിതമായിട്ട് ഗബ്രിയേൽ ദൂതൻ മറിയത്തിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് ദൈവപുത്രന് ജന്മം കൊടുക്കുവാനുള്ള ഒരു വരം ഒരു കൃപ മറിയത്തിന് കൊടുക്കുകയാണ്. സാധാരണ സ്ത്രീകളെ പോലെ തന്നെ വിവാഹ നിശ്ചയം കഴിഞ്ഞ് പല സ്വപ്നങ്ങളുമായിട്ട് കഴിഞ്ഞുകൂടിയവളായിരിക്കാം. എന്നാൽ അപ്രതീക്ഷിതമായിട്ടുള്ള ഗബ്രിയേൽ ദൂതൻ്റെ വാർത്ത കേട്ട് അവൾ അസ്വസ്ഥയായി. എങ്കിലും ദൈവിക പദ്ധതി അവൾ പൂർണ്ണ മനസ്സോടുകൂടി ഏറ്റെടുക്കുകയായിരുന്നു. നമ്മളുടെ ജീവിതത്തിലും നമ്മുടെ ആഗ്രഹങ്ങളോ പദ്ധതികളോ അല്ല, ദൈവിക പദ്ധതികന്മേൽ നമ്മൾ മുന്നോട്ട് പോകുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളെയും നമ്മൾ ക്രമീകരിക്കുവാൻ സാധിക്കണം. ദാരിദ്ര്യത്തിൻ്റെ എളിമയുടെയൊക്കെ പ്രതീകമായിട്ടാണ് കാലിത്തൊഴുത്തിൽ ക്രിസ്തുയേശു ജനിച്ചത്. അപ്പോൾ ഈ നോമ്പ് കാലത്ത് ക്രിസ്തുയേശുവിന് ജന്മം നൽകുവാനായിട്ട് നമ്മുടെ ഹൃദയത്തെ ഒരുക്കാം. നമ്മുടെ ഹൃദയത്തിൽ ക്രിസ്തു ജനിക്കുവാനായിട്ട് സ്നേഹവും സന്തോഷവും സമാധാനവും ഒക്കെ നമ്മുടെ ഉള്ളിൽ നിറയ്ക്കുവാൻ നമ്മളുടെ വേണ്ടാത്ത ചിന്തകളും വെറുപ്പും വിദ്വേഷവും വാശിയൊക്കെ ഉള്ളിൽ നിന്ന് എടുത്തു മാറ്റി ഈശോയെ ഹൃദയത്തിൽ സ്വീകരിക്കുവാനായിട്ടൊരു സാഹചര്യം, ഒരു നല്ലൊരു പുൽക്കൂട്, ഒരു കാലിത്തൊഴുത്ത് നമ്മുടെ ഉള്ളിൽ നമുക്ക് സൃഷ്ടിക്കുവാനായിട്ട് സാധിക്കണം. ഗബ്രിയേൽ ദൂതൻ മറിയത്തിൻ്റെ അടുത്ത് വന്ന് ദൂതറിയിച്ച് പറയുകയാണ്, മച്ചി എന്ന് പറഞ്ഞ വന്ധ്യ എന്ന് പറഞ്ഞ സ്ത്രീ 6 മാസം ഗർഭിണിയാണെന്ന് എലിസബത്തിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവൾ താമസം വിന എലിസബത്തിൻ്റെ അടുത്തേക്ക് ഓടിപ്പോവുകയാണ്. എലിസബത്തിൻ്റെ അടുത്ത് ചെന്ന ഉടൻ തന്നെ അവളെ കണ്ട മാത്രയിൽ എലിസബത്തിൻ്റെ ഉദരത്തിലെ കുഞ്ഞ് തുള്ളിച്ചാടി എന്നാണ് പറയുന്നത്. അവളുടെ സാമീപ്യം മൂലം എലിസബത്തിൻ്റെ വയറ്റിൽ കിടന്ന കുഞ്ഞ് കുതിച്ചു ചാടി എന്ന് പറയുന്നു. അതുപോലെ നമ്മുടെ സാമീപ്യം, നമ്മുടെ സംസാരം, നമ്മുടെ വാക്കുകൾ നമ്മുടെ സഹോദരനോ നമ്മുടെ അയൽക്കാർക്കോ മറ്റുള്ളവർക്ക് ഒരു ആശ്വാസമായി തീരുവാൻ തക്കവണ്ണം നമുക്ക് സാധ്യമാകണമെന്ന്, അതിനായിട്ട് ഈ ക്രിസ്മസിൻ്റെ ഈ നോയമ്പ് കാലം നമ്മൾ ക്രമീകരിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിന് ജന്മം നൽകുവാനായിട്ടൊരു സ്ഥലം അവർക്ക് കിട്ടിയില്ലായിരുന്നു. അതുകൊണ്ടാണ് കാലിത്തൊഴുത്തിൽ ഇടം കണ്ടെത്തിയത്. എന്നാൽ നമുക്ക് എല്ലാവിധ സജ്ജീകരണങ്ങളോടും കൂടി, അന്നത്തെ കാലത്തെ പലയിടത്തും അന്വേഷിച്ച് ഒരു സത്രത്തിന് വേണ്ടി ഹോസ്പിറ്റലോ ഒന്നും ഇല്ലായിരുന്നു. അന്വേഷിച്ച് നടന്നു. എല്ലാവരും അവരെ ആട്ടിപ്പുറത്താക്കി. എന്നാൽ എല്ലാവിധ സജ്ജീകരണങ്ങളോടും കൂടി നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ മനസ്സിനുള്ളിൽ യേശുവിന് ജന്മം കൊടുക്കുവാനായിട്ട് നമ്മൾ ഏവർക്ക് സാധ്യമാകട്ടെ. അതിന് വേണ്ടിയിട്ട് നമ്മുടെ കുറവുകളെയൊക്കെ ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് നമ്മുടെ ഉള്ളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയിട്ട് പോരായ്മകളെയൊക്കെ മാറ്റി നോയമ്പ് കാലം ഓരോ ദിവസവും പുതുക്കി. കാരണം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കി നമ്മുടെ പോരായ്മകളെല്ലാം, നമ്മുടെ തെറ്റുകളൊക്കെ നമ്മൾ എടുത്തു മാറ്റി കളഞ്ഞ് മുന്നോട്ട് പോകണം. ഇപ്പോൾ നമ്മുടെ പറമ്പിലാണേലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യും. പുല്ലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒരു 2 മാസം കഴിയുമ്പോൾ മഴയാണെങ്കിൽ പിന്നെ അതിനേക്കാട്ടിൽ നീളത്തിൽ പുല്ല് കയറി വരും.
അതുപോലെയാണ് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലും നമുക്ക് ഒത്തിരിയേറെ അവസരങ്ങളുണ്ട്. ഈസ്റ്റർ, ക്രിസ്മസ്, അങ്ങനെ പല ഘട്ടങ്ങളുണ്ട് നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാനായിട്ട്, നമ്മുടെ ഉള്ളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാനൊക്കെ പല അവസരങ്ങളുണ്ടല്ലേ. അപ്പോൾ അതിനായിട്ട് ദൈവം തമ്പുരാന് നമുക്ക് നൽകുന്ന അവസരങ്ങൾ നമ്മൾ വിനിയോഗിക്കുവാനായിട്ട് ഉള്ള കൃപ, അതിനുള്ളൊരു ശക്തി, ഒരു ബലം ദൈവം തമ്പുരാൻ തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ 1-ാം ദിവസം, നൊയമ്പിൻ്റെ 1-ാം ദിവസം ഏവർക്കും ഉണ്ണി യേശുവിനെ സ്വീകരിക്കുവാനായിട്ട് നമ്മൾ തയ്യാറെടുക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കാനായിട്ട് ഉള്ള ശക്തിയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും ഒക്കെ ദൈവം തമ്പുരാൻ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു.